നമസ്കാരം. ഗൃഹത്തിൽ ചെടികൾ നട്ടുവളർത്തി അതിനെ പരിപാലിച്ച് അതിലെ പുഷ്പങ്ങൾ കണ്ട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ വെറുതെ ഒരു ചെടി നട്ടാൽ മതിയോ? പോരാ. ജ്യോതിഷപ്രകാരം നിങ്ങളുടെ നക്ഷത്രത്തിന് ചേർന്ന ചെടി വീട്ടുമുറ്റത്ത് വളർന്നാൽ അത് വീടിനും ജീവിതത്തിനും തന്നെ മാറ്റം ഉറപ്പാണ്. ഭാഗ്യവും ഐശ്വര്യവും തേടിയെത്തുന്നതിന് ഇത് സഹായകമാകും. ഏതൊക്കെ നക്ഷത്രക്കാർ ഏതൊക്കെ ചെടികളാണ് നട്ടു വളർത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർ, അതായത് ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാർ വീടിന്റെ തെക്ക് കിഴക്കേ ദിശയിലായിട്ട് മണി പ്ലാന്റ് വളർത്തുകയാണെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിന് അത് സഹായിക്കുന്നതാണ്. പണത്തിന് മുട്ടുണ്ടാവാതിരിക്കാനും അതേപോലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഉയർച്ച വരാനും കടബാധ്യതകളൊക്കെ തീർക്കാനും ഇതുവഴിയൊരു ഭാഗ്യം വന്നു ചേരുന്നതാണ്. ഇനി രണ്ടാമത്തെ നക്ഷത്രം അത്തമാണ്. സൂര്യന്റെ തേജസ്സുള്ള നക്ഷത്രമാണ് അത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്തം നക്ഷത്രക്കാർക്കും ഭഗവാൻ സൂര്യന്റെ തേജസ് പോലെയുള്ള ഒരു ചൈതന്യം ഉണ്ടാകും. അപ്പോൾ വീടിന്റെ കിഴക്ക് വശത്ത് നിങ്ങൾ തുളസി നട്ടു വളർത്തണം. അതും നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾ നട്ടു വളർത്തേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിലെ വേറെ ആരെങ്കിലും നട്ടു വളർത്തിയാലും അതിന്റെ ഫലം ലഭിക്കുകയില്ല. എന്നിട്ട് തുളസിക്ക് ദിവസവും വെള്ളം ഒഴിച്ച് വിളക്ക് വെക്കാനും കൂടി ശ്രമിച്ചാൽ ദോഷങ്ങൾ അകലുന്നതിനും വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി നിറയുന്നതിനും രോഗാദി ദുരിതങ്ങൾ മാറുന്നതിനും കുടുംബ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നതിനും ഇതുവഴി സാധ്യമാകുന്നതാണ്. ഇനി മൂന്നാമത് അനിഴം നക്ഷത്രമാണ്. ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർ ചെമ്പരത്തി നടുന്നത് ഉത്തമമാണ്. വീടിന്റെ മുന്നിൽ ചെമ്പരത്തി വളർത്തിയാൽ ദാമ്പത്യ കലഹങ്ങളൊക്കെ മാറുന്നതിനും പ്രണയിക്കുന്നവർക്കാണെങ്കിൽ പ്രണയബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സ്നേഹം വർദ്ധിക്കുന്നതിനും തടസ്സപ്പെട്ട വിവാഹങ്ങൾ വേഗത്തിൽ നടക്കാനും ഇതുവഴി സാധ്യമാകും. അപ്പോൾ അനിഴം നക്ഷത്രക്കാർ വസിക്കുന്ന ഗൃഹത്തിൽ അവർ തന്നെ അവരുടെ കൈകൊണ്ടൊരു ചെമ്പരത്തി നട്ടു വളർത്തിയാൽ അതുവഴി ഗൃഹത്തിലുള്ള മറ്റ് നക്ഷത്രക്കാർക്കും അതിന്റെ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. നാലാമത് തിരുവോണം നക്ഷത്രം. മഹാവിഷ്ണുവിന്റെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രക്കാർ വീടിന്റെ വടക്ക് ഭാഗത്ത് കറിവേപ്പ് നടുന്നത് ഉത്തമമാണ്. കറിവേപ്പ് വളരുന്നത് തിരുവോണക്കാരുടെ കീർത്തി വളരുന്നതിന് തുല്യമായിട്ട് വരും. ജോലിയിൽ സ്ഥാനക്കയറ്റം വരാനും സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകാനും ശത്രുദോഷം മാറാനും ഒക്കെ ഇത് വളരെ അത്യുത്തമമാണ്. ഓർക്കേണ്ട കാര്യമുണ്ട്, ചെടി നടുന്നത് മാത്രം പോരാ, സ്നേഹത്തോടെ അതിനെ പരിപാലിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നൊക്കെ കമന്റ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.